കഴിഞ്ഞൊരു മാസത്തോളമായി നമ്മുടെ തൃശ്ശൂർ നടന്നുകൊണ്ടിരുന്നിരുന്ന ഒരു പരിപാടിയാണ് ഈ മറൈൻ എക്സ്പോ. ഇതിപ്പോൾ അതാ കഴിഞ്ഞ ദിവസം അവസാനിച്ചു, ജനുവരി 26. അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ലാസ്റ്റ് ഡേ പോയെന്ന് ചോദിച്ചാൽ നമുക്ക് പോകാൻ സമയം കിട്ടിയില്ലായിരുന്നു. നമ്മളിങ്ങനെ വെച്ചിരുന്ന അവസാനമായി. പിന്നെ അവസാനമായപ്പോഴത്തേക്കും നമുക്കൊരു ഫ്രീ ടിക്കറ്റും കിട്ടി. അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ പോയ സമയത്തേക്കും അവിടുത്തെ മെയിൻ ഐറ്റം ഒക്കെ കഴിഞ്ഞിരുന്നു. അതായത് മത്സ്യകന്യകമാരുടെ ഒറിജിനൽ മത്സ്യകന്യകമാരുടെ ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഇതിലത്തെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം. പക്ഷേ അത് അവർ നിർത്തി വെച്ചിരുന്നു. അതുകൊണ്ട് ടിക്കറ്റ് റേറ്റ് ഒക്കെ കുറച്ചുണ്ടായിരുന്നു. പിന്നുള്ളത് ഇങ്ങനെ കുറേ പലതരത്തിലുള്ള മീനുകളുടെ എക്സ്പോയാണ്. കുറേ ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെ വളർത്തു മീനുകൾ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കളർ ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ തോന്നിയിരുന്നു. അപ്പോൾ നമ്മളിത് പറയുകയാണ് ശരിക്കും ഇത് കളർ നോക്കിയതാണോ, അതേപോലെ തോന്നിയിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറേ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവസാന ദിവസം ആയതുകൊണ്ട് വരലുണ്ടാവുന്ന ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സുഖമായി നടന്ന് കാണാൻ പറ്റി. അത് കഴിഞ്ഞിറങ്ങി പിന്നെ അവിടെ നിന്ന് നോർമൽ സ്റ്റോളാണ് കേട്ടോ. നമ്മുടെ എക്സിബിഷനൊക്കെ കാണുന്ന പോലെ തന്നെ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ഷോപ്പിംഗ് സ്റ്റോളുകൾ. അപ്പോൾ കുറേയൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എല്ലാം നമ്മൾ ആയത്തിൽ നടന്നുകൊണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങി പിന്നെ ഗെയിമിംഗ് സോൺ ഏരിയയാണ്. ഇങ്ങനെ റൈഡുകളും പിന്നെ ഫുഡ് സ്പോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ഗെയിമിംഗ് ഏരിയ കണ്ട ഒരാൾക്ക് പ്രാന്താണ്. വെറുതെ ബോൾ എടുത്തെറിഞ്ഞ് ഇതൊക്കെ തല്ലി തകർത്തിടണം, എന്നിട്ട് ജയിക്കുമോ അതുമില്ല. പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിൽ പോയി.